കാരുണ്യത്തിന്റെ വിധാനത്തിലിരുന്ന് കരുണയുടെ അരുണ സ്പർശങ്ങൾ നൽകി പ്രപഞ്ചത്തിന് മുഴുവനും തലോടുന്നതിന് വേണ്ടി ഈ ഉലകത്തിലെ റഹ്മത്തായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബി തങ്ങളെ കരുണ കൊണ്ടാണ് ഉമ്മ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കാരുണ്യം പറയാൻ, റഹ്മത്ത് പറയാൻ ഒരാളുമില്ലല്ലോ. സർവമാന വേദനകളും ഏറുകളും അക്രമങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും അതാ സ്വന്തം ഉമ്മത്തിനെ മറക്കാത്ത റസൂലുള്ളാഹ് നമുക്ക് വേണ്ടി അവസാനം ഉമ്മത്തി 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 എന്ന് പറഞ്ഞ് കരഞ്ഞ റസൂലുള്ളാഹ് അറിയുമോ ഉമ്മമാരെ എങ്ങനെയാണ് ആ റഹ്മത്തിന്റെ ലോകത്തേക്ക് എങ്ങനെയാണ് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുക? ഏതാണ് ആ സ്നേഹലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള ടിക്കറ്റ് എന്നറിയോ? അതിനാണ് നമ്മുടെ ഈമാൻ തരപ്പെടണേ. നമ്മുടെ പെർഫെക്റ്റ് ആയി നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഏതാണ് ആ ഫൗണ്ടേഷൻ എന്നറിയുമോ? അത് പഠിപ്പിച്ചു തരികയാ മഹാനായ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഈ ഉമർ തന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് നബിയേ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിന് തിരിച്ചു കൊടുക്കുന്ന മറുപടി ഉണ്ട്. പോരെ ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമല്ല. അതാ തങ്ങൾക്ക് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, നബിയെ ഞാൻ എല്ലാറ്റിനേക്കാളും തങ്ങളെ സ്നേഹിക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറയാ, അതാണ് ഖൈറ്, അതാണ് ഈമാൻ. ലാ യുമിനു അഹദകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. വലത് നെഞ്ചിൽ കൈവച്ചു എന്ന് പറയാൻ പറ്റുമോ? ഈമാനുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, എന്റെ കരളിന്റെ കഷ്ടമാണ് റസൂലുള്ളാഹ്, ഏറ്റവും സ്നേഹമാണ് റസൂലുള്ളാഹ് തങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് തങ്ങൾ പറയുകയാ, നിന്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും ഭർത്താവിനെക്കാളും ഇഷ്ടജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ തങ്ങളെ സ്നേഹിച്ചാൽ, തങ്ങളെ ബഹുമാനിച്ചാൽ, തങ്ങളെ ആദരിച്ചാൽ, തങ്ങളെ പരിഗണിച്ചാൽ ഈമാൻ തുടങ്ങുന്നതാ. അങ്ങനെ വരുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ അറിയുമോ? അലിയാർ തങ്ങളെ അറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അറിയുമോ? ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ അറിയുമോ? സൗബാൻ തങ്ങളെ അറിയുമോ? ആ മുഹബ്ബത്തിന്റെ ലോകത്ത് നിന്ന് തുടങ്ങിയപ്പോൾ അവർ കണ്ടതിനേക്കാൾ കാണാൻ കൊതിച്ചത്, കേട്ടതിനേക്കാളും കേൾക്കാൻ കൊതിച്ചത്, ആഗ്രഹിച്ചതിനേക്കാളും ആഗ്രഹിച്ചത്, മടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഒന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് ചേർക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ മുന്നിൽ ഭ്രാന്തായിരുന്നല്ലോ. മുത്തുനബിയോടുള്ള അദമ്യമായ പ്രണയമായിരുന്നല്ലോ. ആ വല്ലാത്ത പ്രണയലോകത്തിലേക്ക് മടങ്ങി ചെന്നപ്പോയതാ അവർ പറയുകയാ, അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ
فوق نور أنت إكسير وعلي أنت مصباح الصدور പ്രശോഭനമായ അർക്കട ഞങ്ങൾ കണ്ടിട്ടുണ്ട് നബിയേ. ശോഭിതമായി നിൽക്കുന്ന ചന്ദ്രനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നബിയേ. അതിനെയെല്ലാം വെല്ലുന്ന പ്രശോഭന വദനത്തിന്റെ ഉടമയെ എത്ര വർണ്ണിച്ചാലും തീരാത്ത മുത്തേ കരളേ ഹബീബേ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അപ്പയാണ് അബൂബക്കർ തങ്ങൾ അന്വേഷിക്കേണ്ടത്. ആരാണ് അബൂബക്കർ തങ്ങൾ എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് സമ്പത്ത് ചെലവഴിച്ചവരാ, തന്റെ ശരീരം ചെലവഴിച്ചവരാ, തന്റെ മക്കളെ കൊടുത്തവരാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നതിന്റെ മുമ്പ് എല്ലാം തങ്ങൾക്ക് സമർപ്പിച്ചതാ. അവസാനം ത്വായിഫിലെ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടല്ലോ. കുടിക്കാൻ വെള്ളമില്ല, തങ്ങാൻ വീടില്ല, ക്ഷണിക്കാൻ ആളുകളില്ല, പറയാനില്ല. ആരെവിടെ കണ്ടാലും മറക്കണമെന്ന, തങ്ങളെ പീഡിപ്പിക്കണമെന്ന, കൊല്ലണമെന്ന അന്ന് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ചേർന്നിട്ട് അബൂബക്കറിനെ കൊന്നിട്ടല്ലാതെ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തള്ളിയിട്ടിട്ടല്ലാതെ മരിപ്പിച്ചിട്ടല്ലാതെ റസൂലുള്ളാഹിനെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാണ്. വെള്ളം കിട്ടാനില്ല, ഭക്ഷണമില്ല, സൗകര്യമില്ല. ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് ഇറാഹിന്റെ ഗുഹാക്കകത്തേക്ക് കടന്നുപോയത് ചരിത്രത്തിലുണ്ടല്ലോ. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണോ? ഒന്ന് ആലോചിക്കണേ. ഇങ്ങനെ നടന്നാൽ പറ്റൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുകളിൽ നമുക്ക് ആലോചിക്കാൻ ഒരു ആലോചന പാടില്ല. മക്കളെ കെട്ടിക്കുന്ന വിഷയാണല്ലോ, വീട് പണിയാണല്ലോ, കടങ്ങളാണല്ലോ, രോഗങ്ങളാണല്ലോ, സങ്കടങ്ങളാണല്ലോ. എന്തേ മദീന വരാത്തത്? എന്തേ മുത്തുനബി വരാത്തത്? എന്തേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര പത്നിയായ ഖദീജ ബീവിയെ മറന്നുപോയോ? ആയിഷ ഉമ്മാനെ മറന്നുപോയോ? ഫാത്തിമ ഉമ്മാനെ മറന്നുപോയോ? അവരാണ് സ്വർഗത്തിലെ ഹൂറികള്. അവര് വിളിക്കണ്ടേ ഉമ്മ? അവര് സലാം പറയണ്ടേ? അവര് നമ്മളെ കൂട്ടുപിടിക്കണ്ടേ? അതിന് അവരെ ജീവിതം അവര് ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ഒന്ന് പരിവപ്പെടണേ. ആഖിർ സമാന എല്ലാ തോന്നിവാസങ്ങൾക്കും, എല്ലാ അരുതായ്മകൾക്കും, എല്ലാ താന്തോന്നിവാസങ്ങൾക്കും ലൈസൻസ് ഉള്ള കാലമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് അവരായിരിക്കണം നമ്മുടെ റോൾ മോഡല്. അവരിലൂടെയാണ് നമുക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താൻ കഴിയുക.